കാശ്മീരികളെ പോലെ ആകാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അവരുടെ ചർമ്മ സൗന്ദര്യം കാണുമ്പോൾ ഒട്ടും പാടുപോലും ഇല്ലാതെ തിളങ്ങുന്ന ചർമ്മമാണ് അവരുടേത്. അതേപോലെ ആകാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. കാശ്മീരികളെ പോലെ തന്നെ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്കും നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. അതായത് അവരുടെ ഒരു ചെറിയൊരു സീക്രട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവരെ പോലെ തന്നെ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ മുഖത്തെ നല്ലതുപോലെ തിളക്കമൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ കാശ്മീരികളുടെ സൗന്ദര്യ രഹസ്യമായിട്ടുള്ള ആ ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. അവർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആപ്പിള്, നമ്മുടെ സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവൊക്കെയാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ ആ ചർമ്മം കാണുമ്പോൾ വളരെയധികം തിളക്കം കൂടുന്ന ഒരു ചർമ്മം തന്നെയാണ്. നമുക്കും അതേപോലെ ആ ഒരു ചർമ്മം നേടിയെടുക്കാനായിട്ട് ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും. നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു പാക്ക് ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്കും അവരെ പോലെ തന്നെ തിളങ്ങുന്ന ഒരു ചർമ്മം നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മറ്റുള്ള ഫേസ് പാക്കിൻ്റെ പുറകിലൊന്നും നിങ്ങൾ പോകില്ല. അത്രമാത്രം റിസൾട്ട് നൽകാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. എങ്ങനെയാണ് ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്, അതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആപ്പിൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് മുഖം വെളുപ്പിക്കാൻ പോകുന്നത്. ആപ്പിളിൻ്റെ കളർ പോലെ നമ്മുടെ കാശ്മീരികളുടെ കളർ കണ്ടിട്ടില്ലേ? ആപ്പിളിൻ്റെ നാടെന്ന് പറയുന്നത് കാശ്മീരാണ്. കാശ്മീരികളുടെ സൗന്ദര്യ രഹസ്യമാണ് ഇന്ന് പറയുന്നത്. അതായത് അവരുടെ ഒരു ചർമ്മമൊക്കെ കണ്ടിട്ടില്ലേ? ആപ്പിൾ പോലെ തുടുത്ത ചർമ്മമാണ്. അതായത് അവരുടെ നിറം കാണുമ്പോൾ തന്നെ നമുക്കും അതേപോലെ നിറം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും, ഭൂരിപക്ഷം പേരും. അവരുടെ ഒരു സീക്രട്ടാണ് ഞാനിന്ന് പറയുന്നത്. അവരുപയോഗിക്കുന്ന ആ ഒരു ഫേസ് പാക്ക്. നമ്മുടെ കാശ്മീരികളുടെ സീക്രട്ട് എന്ന് പറയുന്നത് ആപ്പിൾ തന്നെയാണ്. ആപ്പിളും കുങ്കുമപ്പൂവും, അതായത് നമ്മുടെ സാഫ്രോണുമാണ് അവരുടെ ആ ഒരു സൗന്ദര്യ രഹസ്യം. അവർ ഏറ്റവും കൂടുതലായിട്ട് ആപ്പിളാണ് കഴിക്കുന്നത്. ആപ്പിളിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാമല്ലോ, ആപ്പിളിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ സൗന്ദര്യം കൂട്ടാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആപ്പിളിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ ചർമ്മത്തിൽ ചെല്ലുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ നിറമൊക്കെ കിട്ടുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ആപ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ള കളറുള്ളത്, ഇപ്പോൾ ചിലരുടെ കയ്യിൽ റെഡ് കളറുള്ള ആപ്പിളുണ്ടല്ലോ, അതായാലും മതിയാകും. ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് ഇതേപോലുള്ള ആപ്പിളാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പിൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ആപ്പിളാണ് വേണ്ടത്. വലുതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്തൊരു കാരണവശാലും വെക്കരുത് കേട്ടോ. ഞാൻ ഈ ഒരു ആപ്പിൾ എന്തായാലും ഒന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ. ഞാൻ അതിന് വേണ്ടി ഒരു ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം എടുക്കട്ടെ. ഇതേപോലത്തെ ഒരു സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാത്രവും കൂടി ഞാൻ എടുക്കാം. ഞാനൊരു പാത്രം എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അതിലേക്ക് നമ്മുടെ ആപ്പിൾ ആണെങ്കിൽ കഴുകിയിട്ട് തുടച്ചും എടുത്തിരിക്കണം. ആപ്പിൾ ഞാൻ എടുത്തിട്ട് കഴുകി തുടച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, നമുക്കിപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്നാൽ കറുത്തിരിക്കും കേട്ടോ. ആപ്പിളിനകത്ത് അയൺ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് കറുത്തിരിക്കും. നമ്മളേക്കും ചീത്തയായി പോകുന്നതിൻ്റെ കൂട്ടുകളുണ്ടല്ലോ, അതേപോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നമ്മളിപ്പം ഫ്രിഡ്ജ് വെച്ചാലും കറുത്തിരിക്കും. കാരണം വിറ്റാമിൻസും അയണും ഒക്കെ ഏറ്റവും കൂടുതൽ ആപ്പിളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും അത് കറുത്തിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യാനുസരണം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കറുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അയ്യോ ചീത്തയായി പോയി ഇനി എടുത്ത് കളയാമെന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയാൽ മതിയാകും. ഞാനിപ്പം ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആപ്പിൾ. ഓക്കെ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ആപ്പിളുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എനിക്കിവിടെ 1.5 ടേബിൾ സ്പൂണോളമാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്.
ഈ ആപ്പിൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ കഴിക്കുന്നത് കൊണ്ടും നല്ല ഗുണങ്ങളാണ് കിട്ടുന്നത്. ചെയ്തു കഴിഞ്ഞാൽ നിറമൊന്നും വെക്കില്ല എന്ന് ചിന്തിക്കരുത്. കാരണം അവരുടെ ഒരു രഹസ്യം, അവർ ഏതൊരു കാര്യത്തിൻ്റെ കൂടെ ആണെങ്കിലും ആപ്പിൾ കൂടുതലായിട്ടും അവർ കഴിക്കുന്ന ഒരു ആൾക്കാരാണ് കാശ്മീരികളെന്ന് പറയുന്നത്. ആപ്പിൾ ജ്യൂസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് നമുക്കറിയാമല്ലോ, ചർമ്മത്തെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനൊക്കെ അലോവേറ ജെല്ലിൽ നിന്ന് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ് ഞാനിവിടെ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നാച്ചുറൽ അലോവേറ ജെല്ലാണെങ്കിൽ അതെടുത്താൽ മതിയാകും. ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ, ഞാനങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അറിയാമല്ലോ, നമ്മുടെ ചർമ്മത്തിനെ നല്ലതുപോലെ നിറമൊക്കെ കൂട്ടാനായിട്ടൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നത് ചർമ്മത്തിന് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് ചേർത്തില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് നമുക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യാതിരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ്. അങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആട്ടയാണ്, ആട്ടപ്പൊടി. അതായത് നമ്മൾ റൊട്ടിക്കും ചപ്പാത്തിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, ആട്ടപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ആട്ടയാണ് അവരുടെ മെയിൻ ഒരു സംഭവം തന്നെ. അവർക്ക് റൊട്ടി ഇല്ലാത്ത ഒരു ദിവസങ്ങളൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കൂടെ 3 നേരവും അവർ റൊട്ടി കഴിക്കുന്നവരാണ്. അവർ ഫേസിനകത്താണെങ്കിലും പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ കാശ്മീരികളാണെങ്കിലും ഒക്കെ അവർ മുഖത്തുമൊക്കെ അവർ ഈ ഒരു ആട്ടപ്പൊടി ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത് തന്നെ. ഞാനിവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ആട്ടപ്പൊടിയാണ്, ശുദ്ധമായിട്ടുള്ള ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. അത് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഓൾറെഡി ആപ്പിളിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അത് മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ കുങ്കുമാതി ഓയിലാണ് ചേർക്കുന്നത്. കുങ്കുമാതി ഓയിൽ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും മതിയാകും. 1 സ്പൂൺ കുങ്കുമാതി ഓയിൽ ചേർത്തിട്ടുണ്ട്. കുങ്കുമാതി ഓയിൽ നമ്മുടെ ചർമ്മത്തെ നിറമൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ കുങ്കുമാതി ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സ് ആക്കുക. നിങ്ങൾക്കിപ്പം കുങ്കുമാതി ഓയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും മതിയാകും. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ബാക്കി കാര്യങ്ങൾ മതിയാകും. ഇപ്പം അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. ഇപ്പം അവരാണെങ്കിൽ കുങ്കുമപ്പൂവാണ് അതിൽ ഇങ്ങനെ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ ചേർത്തത്. നിങ്ങളിപ്പം ഓയിൽ ചേർത്തില്ല എങ്കിലും കുങ്കുമപ്പൂ ചേർത്തില്ല എങ്കിലും ഇത്രയും ചേർത്താലും, അതായത് നമ്മളിപ്പം ചേർത്ത കാര്യങ്ങളുണ്ടല്ലോ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഇല്ല എങ്കിലും നമ്മൾ പിന്നെ കൂടാതെ തന്നെ അലോവേറ ജെല്ലും ഈ ആട്ടപ്പൊടിയും മതിയാകും. നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. ഒരു ഫേസ് പാക്ക് നമ്മുടെ ചർമ്മത്തിന് നല്ല റിസൾട്ട് നൽകും. ഇത്രയും കാര്യങ്ങൾ മതിയാകും കേട്ടോ. നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ അടുപ്പിച്ച് ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഫേസ് പാക്ക് ചെയ്താൽ മതിയാകും. അവർ ഇതുപോലാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവരാണെങ്കിൽ ബസ്മതി റൈസിൻ്റെ പൗഡർ ചേർക്കാറുണ്ട്. അതില്ല എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ആ ഒരു കാശ്മീരിയുടെ സീക്രട്ടായിട്ടുള്ള ആ ഒരു ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അവർ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കുക. എല്ലാ ദിവസവും ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി. നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ മുഖത്തിട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ പാക്ക്. നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയത്, എല്ലാവരും കണ്ടല്ലോ. ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വ്യത്യാസം നമ്മുടെ ചർമ്മത്തിനുണ്ടാകും. ഓക്കെ, കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തുടച്ചിട്ടുള്ള വ്യത്യാസം കാണിക്കാം. 1 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. ഉണ്ടോ, ഒട്ടും പ്രതീക്ഷ, ഭയങ്കര റിസൾട്ട്. എൻ്റെ ചർമ്മം കണ്ടോ, തിളക്കം കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം വരുന്നു കേട്ടോ. അത്രമാത്രം മാറ്റമുണ്ട് ചർമ്മത്തിന്. കിടിലൻ സംഭവമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി
ചേഞ്ച് ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് തയ്യാറാക്കിയത്, അതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്കും കാശ്മീരികളെ പോലെ തന്നെ തിളക്കം വെക്കുന്ന ചർമ്മം നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കൂ. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.